അപ്പോഴേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ ഈ ചെറുക്കന് മാത്രം ന്യൂ ഇയർ അത്ര ഹാപ്പി അല്ല കേട്ടോ. കിട്ടേണ്ടത് കിട്ടുകയും ചെയ്ത് പോവേണ്ടത് പോവുകയും ചെയ്തു. എന്താന്നല്ലേ കണ്ടോക്ക്. ആ, കണ്ടോക്ക്. കണ്ടില്ലേ ഓടി നടന്ന് വാങ്ങിച്ചു കൂട്ടുന്നത്. ആ, കയ്യിരിപ്പ് ശരിയല്ലാത്തോണ്ട കിട്ടിയത്. നോക്ക് ചവിട്ടി കൂട്ടുന്നുണ്ട് അല്ലേ. എന്താ സംഭവം എന്നല്ലേ, കൊച്ചിയിലാണ് സംഭവം. ഇത് ബർഗർ ചിക്കനാ, ബർഗർ ചിക്കൻ. അതായത് സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞു പോയതുകൊണ്ട് കോളേജിലെ കുറച്ച് കുട്ടികൾ ഓനോട് ചോദിച്ചു എന്താ ചിക്കൻ കുറഞ്ഞു പോയത് ഇത് എന്ന് അറിഞ്ഞ് ചോദിച്ചപ്പോൾ ഓന് ഭയങ്കര ചൂടായിട്ട് കിച്ചണിൽ പോയിട്ട് കത്തി എടുത്തണ്ടൊക്കെ വന്നിട്ട് പിള്ളേരോട് മാസ് ഡയലോഗൊക്കെ അടിച്ചത്. പിള്ളേരൊന്നും നോക്കിയില്ല, പിള്ളേർ അങ്ങോട്ട് ചവിട്ടി കൂട്ടി. ഇതാ കാണുന്ന അതാണ്, ആ ചവിട്ടി കൂട്ടുന്നതാണ് കാണുന്നത്. ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും ന്യൂ ഇയർ, അവന് ന്യൂ ഇയർ ഇല്ല. ഉണ്ടായിരുന്ന പണിയും പോയി, കിട്ടേണ്ട ഇടി മൊത്തം പിള്ളേരുടെ വാങ്ങി കൂട്ടുകയും ചെയ്ത്. അല്ല എന്തിനാണ് ചങ്ങായി ഈ പിള്ളേരുടെതൊക്കെ ഇടി വാങ്ങിക്കൂട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? വളരെ രമ്യതയിൽ തീർക്കേണ്ട ഒരു വിഷയല്ലേ. ഒരു ഷോപ്പിന്റെ മാനേജറാണോ നീ? ഇതാണോ ഒരു ബിഹേവിയർ? ഒരു കസ്റ്റമറിനോട് കാണിക്കേണ്ട ഒരു ഇതാണോ ഒരു മര്യാദ? എടാ, പണം കൊടുത്ത് സാധനം വാങ്ങിക്കുന്നവന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ ചോദിക്കും, മനസ്സിലായില്ലേ? കാരണം അവന് അധ്വാനിച്ച പൈസ കൊണ്ട് നിന്റെ അടുത്ത് വന്നിട്ട് ഒരു സാധനം വാങ്ങിച്ച് അത് തിന്നുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുറ്റവും കുറവും ഉണ്ടെങ്കിൽ നിന്നോട് വന്ന് പറയും. അത് കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്, മനസ്സിലായില്ലേ? അത് കേൾക്കാതെ പോയി കത്തിയെടുത്തോണ്ട് വന്നിട്ട് നിന്റെ കുഞ്ഞമ്മയുടെ കടയൊന്നും അല്ലല്ലോ കത്തിയെടുത്തോണ്ട് വന്നിട്ട് കുത്താനും പിടിക്കാനും. കിട്ടിയാ ആവശ്യത്തിന് കിട്ടിയാ സന്തോഷായ തൃപ്തിയായ എന്നാ സുഖം, അടിപൊളിയല്ലേ? ജോലിയും പോയി കിട്ടിയില്ലേ, സമാധാനായില്ലേ? നീ എന്താ പരിപാടി അടുത്തത്? എടാ, സിമ്പിൾ ആയിട്ടുള്ളൊരു വിഷയമാണ്. നിന്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തീർക്കുന്ന ഒരു വിഷയം. പിള്ളേർ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവും, ചേട്ടാ ചിക്കൻ കുറവായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ മാനേജർ, ഒരു മാനേജറിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഓരോട് സോറി പറയും. ചിലപ്പോൾ ബൈ മിസ്റ്റേക്കലി സംഭവിച്ചതായിരിക്കാം, നിങ്ങൾ വിഷയമാക്കണ്ട, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് ഒരു 2 or 3 പീസ് എക്സ്ട്രാ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന വിഷയമുള്ളൂ. 4 or 5 ചെറിയ പീസ് ചിക്കൻ എടുത്തൊന്ന് ചൂടാക്കി അവന്മാർക്ക് കൊടുത്താൽ കോളേജ് കുട്ടികളാ, അവന്മാർ തല്ലുണ്ടാക്കാൻ വേണ്ടി വരെയൊന്നുമില്ല. അവന്മാർ അതും കഴിച്ചിട്ട് അവന്മാർ സന്തോഷമായിട്ട് പോവും, നീയും ഹാപ്പി ആവും, കമ്പനിക്കും പ്രശ്നമല്ല. ഇന്ന് കമ്പനി മൊത്തത്തിൽ നാറിയ. ഇപ്പൊ ഫുള്ള് ആ ഒരു പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടിട്ട് കിടന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പേരും ഒരു പ്രിവിലേജും നിന്നെപ്പോലൊരു നാറി കാരണം നശിച്ചില്ലേ? ഒരു പാവപ്പെട്ട പ്രവാസി ഉണ്ടാക്കിയെടുത്ത സംഭവമല്ലേ അത്. അവൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ സാമാനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരില്ലാണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനമല്ലോ. അപ്പൊ പ്രിയപ്പെട്ട മുതലാളിയോട് പറയാനുള്ളത്, ഇമാതിരി തോന്നിവാസം കാണിക്കുന്നവന്മാരല്ല സ്റ്റാഫായിട്ട് വെക്കേണ്ടത്. കുറച്ചെങ്കിലും കസ്റ്റമർ പറയുന്ന കേൾക്കാനും സഹനശക്തി ഉള്ള, കുറച്ച് വെളിവും വിദ്യാഭ്യാസവും ബോധമുള്ള ആരെങ്കിലും ഇത്തരം ജോബുകൾ ഏൽപ്പിക്കുക എന്നേ പറയാനുള്ളൂ. സിമ്പിളായിട്ട് തീർക്കേണ്ട വിഷയമാണ് ഇവൻ അങ്ങട് മൊത്തത്തിൽ ഇതാക്കിയത്, പിള്ളേരെടുത്തിട്ട് ചവിട്ടി കൂട്ടിയത്. എന്തായാലും നിനക്കൊരു ചവിട്ട് ന്യൂ ഇയർ. ശരിയെന്നാ.